മേലാകെ ജലകണമിറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നാനയും ഈ മണ്ണിലാർത്തുള്ളികൾ പുതിർന്നെത്തി അലിഞ്ഞെത്തി പുതുമണമുയരും കരളിൽ ഒരു കുളിരുണരും. വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ അതിരാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിപ്പോൾ മിക്കവാറും ഈ ഒരു പോർഷൻ ഒഴിവാക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടായിരിക്കും. എപ്പോഴും വിചാരിക്കില്ലേ ഇവൾക്ക് ഇതൊക്കെ തന്നെ കാണിക്കാനുള്ളൂ എന്ന് തോന്നിയാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഞാൻ ഈ പോർഷൻ ഒഴിവാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാറുണ്ട് ഇത് കാണുന്നതാണ് ചേച്ചി നല്ല പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇത് കാണുന്നത് നല്ല പോസിറ്റിവിറ്റിയാണ് നിജി എന്നൊക്കെ പറയണത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് ആഡ് ചെയ്യണത് ഈ ഭാഗമൊക്കെ. അപ്പോൾ ചേട്ടൻ ഇന്ന് അതിരാവിലെ ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ പോയി. അതിനുശേഷമാണ് ഞാൻ വിളക്കെല്ലാം കത്തിച്ച് ഇത് അടുക്കളയിലോട്ടൊക്കെ കയറിയത്. അപ്പോൾ ഇന്ന് കേശുവിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണം, ദോശയും ഉണ്ടാക്കണം. അപ്പോൾ എന്ത് പറയാനായിട്ട്, ഇന്ന് ഞാനിനി ഒറ്റയ്ക്കാണ് കേശുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത്. ഇത്രയും ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 3 മാസം ആയെങ്കിലും ഞാൻ ഇതുവരെ കേശുവിന് ഒറ്റയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. ഞങ്ങൾ രണ്ടാളും കൂടിയല്ലേ കൊണ്ടുപോകണത്. തിരിച്ചു 1-2 പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വിളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിളിച്ചും കൊണ്ട് പകുതി എത്തുമ്പോഴേക്കും ചേട്ടൻ അങ്ങോട്ട് വരണുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോണത്. അവനും ഒരു വിഷമമാണ്. ഞങ്ങൾ രണ്ടാളും കൊണ്ടാക്കുന്നതാണ് അവനിഷ്ടം. ചിലപ്പോൾ തിരിച്ച് വിളിക്കാൻ പോകണത് ചിലപ്പോഴൊക്കെ ചേട്ടൻ ഒറ്റയ്ക്ക് പോയി വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല 1-2 ദിവസം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് കൊണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ടാളും കൂടെയാണ്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ച് കേശു അറിഞ്ഞില്ല അവൻ്റെ അച്ഛൻ പോയതില്ലെങ്കിൽ കൂടെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അമ്മ എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ചായയല്ല ഒരു കോഫി ഇട്ട് കുടിച്ചിട്ട് അമ്മയ്ക്കുള്ള ചായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അമ്മയ്ക്കാണെങ്കിൽ ചായയാണ് ഇഷ്ടം, കോഫി കുടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കോഫിയോട്. അപ്പോൾ നല്ല ഒരു കോഫിയൊക്കെ കുടിക്കുമ്പോഴല്ല രാവിലെ സെറ്റാണ് കേട്ടോ, നല്ല രസമാണ്. ഞാൻ എപ്പോഴും പറയും പോലെ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, ഈ ഒരു സമയം അത് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് ആ ദീപവും ധൂപവും ഒക്കെ ആക്കിയിട്ട് മൊത്തത്തിൽ ഒരു ഡിവൈൻ സ്മെല്ലൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിരിക്കുന്ന ആ ഒരു സമയം പിന്നെ അങ്ങോട്ട് കിട്ടേയില്ല. ആ ഒരു ദിവസം അങ്ങോട്ട് കിട്ടേയില്ല. ഈ ഒരു സമയം നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉറക്കമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഉറക്കമൊന്നും പറയാൻ പറ്റൂല. അയൽവക്കക്കാരൊക്കെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. എന്നാലും ആ ഒരു നിശബ്ദതയുണ്ടല്ലോ, നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു സമാധാനമുള്ളത്. നമ്മുടെ മൈൻഡും നമ്മളുമൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രഷായിട്ട് നിൽക്കുന്ന സമയമൊക്കെ ഇതാണ്. അപ്പോൾ അത് രാവിലെ ഇങ്ങനെ ഉറക്കം എഴുന്നേൽക്കാത്തവരാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരിക്കും അത്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് പിന്നെ സാമ്പാറിനുള്ള മലക്കറിയല്ല എന്തൊക്കെ ഞാൻ പറയണം, അത് സാമ്പാറിനുള്ള തോരൻ പരിപ്പൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ ഈ തോരൻ പരിപ്പ് നല്ല സാമ്പാർ കഴിക്കുമ്പോൾ അയ്യോ ഗ്യാസിൻ്റെ പ്രശ്നമാണ്, എനിക്ക് കഴിക്കാനേ പറ്റൂല, ഞങ്ങൾ തോരൻ പരിപ്പ് ഒഴിവാക്കിയിട്ടാണ് സാമ്പാർ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാമ്പാർ വയ്ക്കുമ്പോൾ തോരൻ പരിപ്പ് ഒഴിവാക്കിയേ വേണ്ടത്. ഈ ഒരു ട്രിക്ക് മാത്രം പ്രയോഗിച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബർ ആണെങ്കിൽ പറയും ഇതൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാണെന്ന്. ഇപ്പം നമുക്ക് കുറച്ച് പുതിയ കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട്, അവരും കൂടെ കേൾക്കാനാണെന്ന് വിചാരിച്ചാണേ. അപ്പം നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴേക്ക് തോരൻ പരിപ്പ് തുറന്ന് വെച്ച്, നമ്മൾ കുക്കറിലായിരിക്കുമല്ലോ വേവിക്കുന്നത്, അപ്പോൾ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് അതിലിങ്ങനെ നല്ല പതഞ്ഞ് പൊങ്ങി വരുമ്പോഴേക്ക് ആ പത ഫുൾ അതിൽ നിന്ന് കോരി മാറ്റണം. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് അതിൽ ആ ഒരു പതയാണ്. അതിന് ശേഷമാണ് സാമ്പാർ വെച്ചാൽ നല്ല കിടില സാമ്പാർ നമുക്ക് വെച്ചെടുക്കാനും പറ്റും. പിന്നെ 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടാൽ അങ്ങനെ ഈ പറയുന്ന ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സാമ്പാർ അവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. സാമ്പാർ റെഡി ആയില്ല, തോരൻ പരിപ്പ് റെഡി ആയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇഡ്ഡലി അവിക്കാനായിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും കൂടെ അവിച്ചെടുക്കണം. കേശുവിന് കുഞ്ഞൻ ഇഡ്ഡലിയും നമുക്ക് വലിയ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സുപ്രഭാതം അല്ലെങ്കിൽ നല്ല നല്ല ഡിവൈൻ സോങ്സുകൾ കിട്ടും. അതൊക്കെ പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അന്തരീക്ഷത്തിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
സാമ്പാർ ഞാനീ പറയും പോലെ ഒരുപാട് മലക്കറിയൊന്നും വെട്ടിവാരി ഇടയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് സംഭവം ഇട്ട് നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ആര്യാസിലൊക്കെ പോകുമ്പോഴേ, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സാമ്പാറില്ലേ, അതിലൊന്നും ഈ വെജിറ്റബിൾസ് കാണുപോലും ഇല്ല. പക്ഷേ അതൊരു പ്രത്യേക മണവും രുചിയായിരിക്കും. അതിലെനിക്ക് തോന്നുന്നത് കായത്തിൻ്റെ നല്ല ഒരു ഫ്ലേവർ വരും. അപ്പോൾ അവർ കായം കുറച്ച് കൂട്ടി ഇടും എന്നാണ് തോന്നണത്. അങ്ങനെ ഇനി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വെച്ച് ഇന്ന് നേരത്തെ ജോലി തീർത്തിട്ട് വേണം കേശുവിൻ്റെ കൂടെ നിൽക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ കേശു എഴുന്നേറ്റ് വരുന്ന സമയത്ത് ചേട്ടൻ കൂടെ കാണുമല്ലോ. പല്ല് തേപ്പിക്കാനായിരുന്നാലും, പല്ല് തേപ്പിക്കാനായിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടൊന്ന് കൂടെ ഒന്ന് നോക്കിയാൽ മതി, ഒരു മേൽനോട്ടം കൊടുത്താൽ മതി, ബാക്കിയൊക്കെ പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ഇപ്പോൾ അത് പറ്റൂല, അമ്മയുടെ കയ്യിൽ അവ ഒതുങ്ങിയില്ല, അവ അമ്മേനെ അവിടെ അടിച്ചുരുട്ടി അവിടെ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനോ ചേട്ടനോ തന്നെ വേണം. അങ്ങനെ സാമ്പാറിനുള്ള മലക്കറികളൊക്കെ അതിലേക്ക് ഇട്ട് ഇനി കായം ഇട്ട് കൊടുക്കണം. കായം എന്ന് പറയുമ്പോഴേ ഞാൻ എപ്പോഴും പറയുമ്പോൾ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കുള്ള കായം കിട്ടും കേട്ടോ, പൊതിക്കായം. അത് കിടിലൻ കായമാണ്, അതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിടുന്നത്. അങ്ങനെ കായമൊക്കെ ഇട്ട് ഇനി സാമ്പാർ വെക്കണം. പിന്നെ ഇന്നലെ ഞാൻ കേശുവിന് സാമ്പാറിന് കേശുവിന് പായസവും അതുപോലെ തന്നെ വെർമസിലിട്ടുള്ളൊരു ഉപ്പുമാവുമാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ പായസവും ഉപ്പുമാവും ഒക്കെ കഴിച്ചിട്ട് വന്ന്, പായസം ഫുള്ള് കുടിച്ചില്ല, ഉപ്പുമാവ് നല്ല ഇഷ്ടപ്പെട്ട് മോൻ ഫുള്ള് കഴിച്ചിട്ട് വന്ന്. അപ്പോൾ ഞാൻ ഈ പായസം വെച്ച് കൊടുത്തപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഈ പായസം വെച്ച് കൊടുക്കുമ്പോഴേക്ക് സ്കൂളിൽ വേറെ കുട്ടികളുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ കൊടുത്തു വിടണം, അത് ശരിയാണോ? അവർക്ക് കാണുമ്പോഴേക്കും അവർക്ക് അതൊരു ആഗ്രഹം തോന്നൂലേ എന്ന്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഈ വരുന്ന സ്കൂളിലെ പിള്ളേരെല്ലാം ഇതുപോലുള്ള വെറൈറ്റി ഫുഡുകൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്കൂളിൽ ആരോ ഒരാൾ പായസം കൊണ്ടുവന്നത് കണ്ടിട്ടാണ് കേശു അത് പറഞ്ഞത്, അമ്മേ എനിക്ക് നാളെ പായസം വേണമെന്ന്. അങ്ങനെയാണ് പായസം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എന്തായാലും പറയുന്ന ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവരിങ്ങനെ കൊതി തോന്നും. അല്ലെങ്കിൽ ഈ പറയും പോലെ പിള്ളേരെ ആരെങ്കിലും കൊണ്ടുവന്ന് കണ്ടിട്ട് പറയും, അമ്മ എനിക്ക് നാളെ അങ്ങനെ ഉണ്ടാക്കി തരണേ, ആ ഫുഡ് അത് ഉണ്ടാക്കി തരണേ എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതങ്ങ് കഴിച്ചോളും. കൊടുക്കത്ത് വിടണതൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു ഒരു സമാധാനമാണ്. അങ്ങനെ കഴിച്ചിട്ട് വന്നാലേ നമുക്ക് പിന്നെയും പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുള്ളൂ, ഉണ്ടാക്കി കൊടുക്കാനും തോന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും യൂട്യൂബ് നോക്കിയാലും ഇതുപോലുള്ള വെറൈറ്റി സ്നാക്സ് നോക്കും, എന്തെങ്കിലും ഒരു പ്രത്യേകത ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. പിന്നെ കേശുവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം വീട്ടിൽ ഫുള്ള് അപ്പം കൊടുത്താൽ വീട്ടിലിരുന്നാൽ കഴിക്കും, മുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്താൽ. പക്ഷേ സ്കൂളിൽ കൊണ്ടുപോയാൽ കഴിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പം മാക്സിമം കട്ട് ചെയ്തിരിക്കുകയാണ്, വല്ലപ്പോഴും മാത്രമേ അപ്പം കൊടുത്തു വിടുകയുള്ളൂ. പിന്നെ കേശുവിൻ്റെ ക്ലാസ് ടീച്ചർ മാറി, ഇപ്പോൾ വേറൊരു ടീച്ചറാണ് വന്നത്. അപ്പോൾ ഇത്രയും നാൾ അങ്ങനെ ക്ലാസ് ടീച്ചറിനെ പറ്റി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ടീച്ചർ മാറിയ സമയത്ത് കേശുവിന് നല്ല സങ്കടമുണ്ട്. കേശുവിന് എന്നല്ല, പിള്ളേർക്കെല്ലാം നല്ല വിഷമമാണ്. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറല്ലേ. അപ്പോൾ എപ്പോഴും വന്നിട്ട് പറയും, എനിക്ക് രേഷ്മ ടീച്ചറിനെയാണ് ഇഷ്ടമെന്ന്. പുതിയ ടീച്ചർ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. ഇനി പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് പഴകി വരണമല്ലോ. അങ്ങനെ ഇനി കേശുവിനുള്ള കോയിൻ ദോശയാണ് കേട്ടോ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വലിയ ദോശ ഉണ്ടാക്കില്ല, കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴും പിള്ളേർക്കൊരു വെറൈറ്റി തോന്നുമല്ലോ. നമ്മളീ ഉണ്ടാക്കുന്നതിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ മതി. അവർക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയാൽ അവരതങ്ങ് കഴിച്ചോളും. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അങ്ങനെ സാമ്പാർ റെഡിയാക്കി, ദോശയും റെഡിയാക്കി. അപ്പോഴാണ് സാമ്പാറിൽ ഞാൻ തക്കാളി ഇടാനായിട്ട് മറന്നുപോയി. തക്കാളി വീട്ടിലില്ലെങ്കിൽ ഇടാറൊന്നുമില്ല, പക്ഷേ തക്കാളി ഇരിപ്പുണ്ടായിരുന്നിട്ട് ഞാനത് മറന്നുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ച് കടുക് താളിക്കുന്ന സമയത്ത് തക്കാളിയും പച്ചമുളകും കൂടെ, പച്ചമുളകും ഇട്ടില്ല കേട്ടോ, തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കണക്കിന് അങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ സ്വാദ് കൂടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ചിലപ്പോൾ മിക്കവാറും സാമ്പാർ വയ്ക്കുമ്പോൾ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഓണമൊക്കെ അല്ലേ, സാമ്പാറിൻ്റെ കളിയായിരിക്കും. അപ്പോൾ ഈ സാമ്പാർ വെച്ചിട്ട് നമുക്ക് ഈ അധികം വരുന്ന സാമ്പാർ നമ്മളിപ്പോൾ ഒരു ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രിയത്തേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയത്തേക്ക് നമുക്കറിയാമല്ലോ ഇത്ര സാമ്പാർ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായാലും ബാക്കി സാമ്പാർ എടുത്ത് അപ്പോഴേ ഫ്രിഡ്ജിനകത്ത് വെച്ചോണം. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ചൂടാക്കാണ്ട് സാമ്പാർ ചൂടാക്കിയതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ കടുക് താളിക്കുമ്പോഴേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ നമ്മൾ ഈ കൊച്ചുള്ളി ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും ഇട്ടോണം. കൊച്ചുള്ളി കുറച്ച് കൂടുതലും കൂടെ ഇട്ട് കടുകൊക്കെ താളിച്ച് ഒഴിക്കുമ്പോൾ നമുക്ക് അപ്പോഴും വെച്ച സാമ്പാർ പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ തലേദിവസത്തെ സാമ്പാർ നമുക്ക് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് അറിയാൻ പറ്റും, ചെറിയ എന്തെങ്കിലും ഒരു ചളിപ്പോ എന്തെങ്കിലുമൊക്കെ പോലെ തോന്നും. പക്ഷേ ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം അതിലിങ്ങനെ കടുക് താളിച്ചൊഴിച്ചിട്ടെടുത്താൽ നല്ല ഫ്രഷായിട്ട് സാമ്പാർ ഇരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ തീർന്നിട്ട് തുണികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് നേരെ മേളിലോട്ട് കയറി.
അപ്പോൾ ഇതാ ആ മേള് കിടക്കണ കോലം കണ്ടില്ലേ, നല്ല മഴയല്ലേ. അപ്പോൾ ഞാനിതിപ്പോൾ രാവിലെ വിരിച്ചിട്ട് പോയാലും മഴ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അമ്മയോട് പറയായിരുന്നു, അമ്മ മഴ പെയ്താലും അങ്ങ് പെയ്തോട്ടെ, അമ്മ ഓടി കയറല്ലേ തുണി എടുക്കാനായിട്ട്. അമ്മയെ പേടിച്ചാണ് ഈ മേളിൽ കൊണ്ട് തുണി വിരിക്കാനായിട്ട് മടിക്കണത്. മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു വെപ്രാളമാണ് അമ്മയ്ക്ക്. ഓടി മേളിൽ കയറിയിട്ട് അവരെ കൊണ്ട് പറ്റൂല, കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്തെങ്കിലും കാലൊന്ന് സ്ലിപ്പായാൽ അത് പേടിയാണ് എനിക്ക്, എപ്പോഴും പേടിയാണ്. ഞാനിപ്പോൾ കടയിലൊക്കെ പോയാലും മഴ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, അമ്മ തുണി അവിടെ കിടന്ന് നനഞ്ഞോട്ടെ എന്ന്. അങ്ങനെ എന്തായാലും മേളിൽ കൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ട് ഇനി കേശുവിനെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് അച്ഛൻ എവിടെയെന്ന് ചോദിച്ച്, അച്ഛനില്ല മോനെ, അച്ഛൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് എൻ്റെ അടുത്ത് വന്ന്, അമ്മയെ ഞാൻ വിചാരിച്ചേ അച്ഛൻ എൻ്റെ അടുത്ത് കിടക്കുകയാണെന്ന്, എനിക്ക് അങ്ങനെ തോന്നി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴും. എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നി. അങ്ങനെ ഇന്ന് വലിയ കളിയോ നിർബന്ധമോ ഒന്നുമില്ലായിരുന്നു. അച്ഛൻ നമ്മൾ രണ്ടാളും കൂടെ ഉണ്ടെങ്കിലാണ്, പ്രത്യേകിച്ച് അച്ഛനും കൂടെ ഉണ്ടെങ്കിലാണ് ആൾക്ക് ഭയങ്കര ചെല്ലവും നിർബന്ധമൊക്കെ വരണത്. എൻ്റെ അടുത്ത് അതൊന്നും വില പോകില്ലെന്ന് അവനറിയാം. അങ്ങനെ നല്ല കുട്ടിയായിട്ട് പല്ലൊക്കെ തേച്ച് പെട്ടെന്നൊക്കെ റെഡി ആവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് കൂടെ ഒന്ന് ചോദിക്കും, ഇന്ന് അമ്മ മാത്രമാണോ എന്നെ കൊണ്ടാക്കണത്, അങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കേശുവിനുള്ള ഇഡ്ഡലിയും ദോശയും പിന്നെ സ്നാക്സും ഒക്കെ എല്ലാം ബാഗിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ അനിയത്തി വരുന്നുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ചോദിച്ചില്ലേ അനിയത്തി എവിടെയാണ്, അനിയത്തി കാണിക്കാറില്ലല്ലോ, വീഡിയോയിൽ കാണാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് രാത്രി അവളെ കാണിക്കാം. അവൾ ഇന്ന് വരുന്നുണ്ട്, അവളെ ഹസ്ബൻഡ് വരുന്നുണ്ട്. അവരിപ്പോൾ കുറേ നാളായി ഓണത്തിനൊന്നും അങ്ങനെ കാണുകയില്ല. ഇപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ ഒന്നും ലീവൊന്നും എടുക്കാണ്ട് ഓണം ആഘോഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ കേശുവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് കുഞ്ഞ് വരുമല്ലോ. കുഞ്ഞിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൾ കൊണ്ടുവരുന്ന സാധനങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് കേശു എപ്പോഴും ചോദിക്കണത്. അത് വേറൊരു കാര്യം. അങ്ങനെ ഞാൻ കേശുവിനെ കൊണ്ട് സ്കൂളിലാക്കി. അപ്പോൾ അതാ കേശു സ്കൂളിൽ എത്തുന്നത് വരെയും ചെറിയൊരു മഴക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴക്കോളം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഓട്ടോ പിടിച്ച് പോണേന്ന്. അപ്പോൾ അമ്മയും പറഞ്ഞു, ചെറിയ മഴക്കോളം ഉണ്ട്, നീ ഓട്ടോയിൽ പോയി. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, പെട്ടെന്ന് അങ്ങ് എത്തുമല്ലോ, മൺമല വരെ പോയാൽ മതിയല്ലോ. എന്തോ ഒരു ഭാഗ്യം, എൻ്റെ കൊച്ചിന് ഭാഗ്യമുള്ളത് കൊണ്ട് അവനെ കൊണ്ട് ഞാൻ സ്കൂളിനകത്ത് കയറണത് വരെ മഴയില്ലായിരുന്നു. തിരിച്ചിറങ്ങിയതും എൻ്റെ പൊന്നെ എനിക്കങ്ങോട്ട് കയറാൻ പോലും പറ്റിയില്ല, വണ്ടിയുടെ അടുത്തോട്ട് പോലും ചെല്ലാൻ പറ്റിയില്ല. മഴയെന്ന് പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് പെരുമഴയായിരുന്നു. മഴയും കാറ്റും പാവം ബാക്കി പിള്ളേരെല്ലാം നനഞ്ഞ് കുതിർന്നാണ് വന്നത്. ഞാൻ ഇന്നെന്തോ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് മാത്രം ഇന്ന് മഴ നനഞ്ഞില്ല. അല്ല, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ കാറിൽ പോവായിരുന്നു. എന്നാലും ഞാനൊരു അല്പം ലേറ്റായിട്ട് ഞാൻ എൻ്റെ അഹങ്കാരത്തിന് വണ്ടി എടുത്തുകൊണ്ടാണ് പോയതെങ്കിൽ പകുതി എത്തുമ്പോഴേക്കും ഞങ്ങൾ ഫുൾ നനയുമായിരുന്നു. അങ്ങനെ കേശുവിനെ കൊണ്ട് സ്കൂളിലേക്ക് ആക്കി 1/2 മണിക്കൂർ സ്കൂളിൽ തന്നെ നിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എൻ്റെ കയ്യിൽ റെയിൻ കോട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ തേങ്ങ തീർന്നുപോയി. അപ്പോൾ ഇന്നലെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി. പിന്നെ നമുക്കിവിടെ ഒരു ചേച്ചിയാണല്ലോ തേങ്ങ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആ ചേച്ചിന് 2 ദിവസം കൊണ്ട് കാണാനുമില്ല. ആ ചേച്ചിനെ വിളിക്കാനായിട്ടൊട്ടും നമ്പരും ഇല്ല കയ്യിൽ. അങ്ങനെ പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോഴേക്ക് അവിടെ നിന്നൊരു തേങ്ങ കിട്ടി. ആ തേങ്ങയും കൊണ്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ടാണ് പാരയിൽ പൊതിക്കണത്. നമുക്ക് ഈ ഇങ്ങനെയുള്ള സംഭവം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പാരയൊന്നുമില്ല പൊതിക്കാൻ. അപ്പോൾ സുനിതേച്ചിയുടെ അവിടെ വന്ന് അത് പൊതിക്കാൻ നോക്കിയപ്പോഴുണ്ട് ആ പാര ഫുള്ള് ഇളകിയിരിക്കുകയായിരുന്നു. അത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മൾ 2 പേരും കൂടെ ചേർന്നാണ് തേങ്ങ പൊതിക്കണത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ തേങ്ങ പൊതിക്കലൊന്നും ഇപ്പം എൻ്റെ നിഘണ്ടുവിലേ ഇല്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മുടെ വീട്ടിൽ 4-5 തെങ്ങുണ്ടായിരുന്നു. അപ്പോഴീ തേങ്ങ വെട്ടിയിടുമ്പോഴേ ഞാനും അനിയത്തിയും കൂടെ, നീ കൂടെ പറക്കണേ, അല്ലെങ്കിൽ ഇത്ര തേങ്ങ ഞാൻ എടുക്കും, ബാക്കി തേങ്ങ നീ എടുത്തോണം. അമ്മ വിളിക്കുമ്പോഴും നമ്മൾ രണ്ടുപേരും അമ്മ വിളിക്കും, വന്ന് തേങ്ങ പറക്ക് എന്ന് പറയും. നമ്മൾ കേൾക്കാത്ത പോലെ ഇരിക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് തേങ്ങ പറക്കിക്കൊണ്ടിടണത്. അതിനൊക്കെ ശേഷം അമ്മ തേങ്ങ ഇങ്ങനെ ഒരു തേങ്ങ രാവിലെ പൊതിച്ചതാന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും. ഇതുപോലൊരു മടിയില്ല തേങ്ങ പൊതിക്കാനായിട്ട്. അതുപോലെ തേങ്ങ പറക്കി കട്ടിലിൻ്റെ അടിയിൽ കിടന്നുകൊണ്ടിടണത്, കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടിടാനായിട്ട്. അപ്പോഴൊക്കെ ഈ അമ്മ പറയുമായിരുന്നു, ഇപ്പം നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഒരു സമയം തേങ്ങ ഇല്ലാതെ കിടന്ന പാടുപെടുമെന്ന്. അയ്യോ, അമ്മ എന്തായാലും പറഞ്ഞത് വേറെ ഒന്നും വലിച്ചില്ലെങ്കിലും ഇത് അച്ചട്ടായിട്ട് വലിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തേങ്ങയ്ക്ക് വേണ്ടി ഓട്ടമാണ്. ഇപ്പോഴൊക്കെ ആലോചിക്കും, ഈശ്വര എന്തുമാത്രം തേങ്ങ ഉണ്ടായിരുന്നതായിരുന്നു എൻ്റെ വീട്ടിലെന്ന്. അങ്ങനെ തേങ്ങയൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ പൊട്ടിച്ച് തിരുവി ഇനി തോരൻ വെക്കണം. ക്യാബേജ് തോരനാണ് വെക്കാൻ പോണത്. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കണം.
അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് അതിന് സെപ്പറേറ്റ് പറയണ്ടല്ലോ. അതിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് പിന്നെ ക്യാബേജും സവോളയും കൂടെ കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കും, ജീരകം ഇട്ട് കൊടുക്കും, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കും. ഇത്രയും സംഭവങ്ങളും ഇട്ട് തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് അടച്ചു വെച്ചിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിക്കോളും. മുന്നേയൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കല്യാണം കഴിച്ചിരുന്ന സമയത്തൊക്കെ അമ്മ ഓണമൊക്കെ വരുന്ന സമയത്ത് തലേ ദിവസം രാത്രി തന്നെ ഈ ക്യാബേജ് തോരൻ, പിന്നെ പുളിശ്ശേരി, പച്ചടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തലേ ദിവസമേ വെച്ച് വയ്ക്കും. അപ്പോൾ ഈ ക്യാബേജ് തോരൻ നല്ലതായിട്ട് മൂപ്പിക്കും. നല്ലതുപോലെ മൂപ്പിച്ച് വെച്ചിരിക്കുമ്പോഴേക്കും ഒരു പ്രശ്നവും വരില്ല, നല്ലതുപോലെ ഇരിക്കും. അപ്പോൾ അമ്മ ഇനിതാ അവിടെ മീൻകറി വയ്ക്കുകയാണ്. മീൻകറി വയ്ക്കാനായിട്ട് കൊഴിയാള മീനായിരുന്നു. കൊഴിയാള മീൻ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ച് അതിൽ തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങാപ്പീര ഇട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പുളി, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയല്ല കൊച്ചുള്ളിയും കൂടെയൊക്കെ അതിനെ ഒന്ന് അരച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അതിനൊന്ന് കലക്കി എടുക്കുകയാണ്. ഈ സമയം കൊണ്ട് ഞാൻ കോവയ്ക്ക കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച് കോവയ്ക്കയും സവാളയും കൂടെയൊക്കെ അമ്മ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കേശുവിനൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നപ്പോഴേക്കും അമ്മ മീനും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ക്യാബേജ് തോരനുള്ളതും അരിഞ്ഞ് വെച്ച് പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കൊക്കെ എല്ലാം അമ്മ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഈ സംഭവങ്ങളൊക്കെ അങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട്. അവരെത്തി കേശുവിനൊക്കെയുള്ള ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി, അത് അനിയത്തിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവർ വന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് നല്ലതുപോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അവരിവിടെ തന്നെ നാട്ടിലുണ്ടല്ലോ, അപ്പോൾ ഇനി വീഡിയോസ് അങ്ങോട്ടൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ കേശു ഒരു ട്രോളി ബാഗ് പറഞ്ഞിരിക്കുകയായിരുന്നു അവളടുത്ത്. അയ്യോ, അത് കിട്ടാൻ വേണ്ടിയാണ് കുഞ്ഞ ഇപ്പോൾ വരും എന്നിങ്ങനെ നോക്കി ആളിരുന്നത്. അപ്പോൾ ട്രോളി ബാഗ് കൊണ്ടുവന്നിട്ട് അവളത് കാണിക്കുകയാണ് ബാഗ്. അങ്ങനെ അത് കിട്ടിയത് മാത്രമല്ല, കേശു അവർ വന്ന സമയത്ത് ഉറങ്ങിപ്പോയി. അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എപ്പോൾ വരുമെന്ന്. പക്ഷേ അവരെത്തിയപ്പോഴേക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഉറക്കത്തുനിന്ന് ഞാനിങ്ങനെ വിളിച്ചുണർത്തി എടുത്തിട്ടാണ് കുഞ്ഞ് വന്നതെന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ചെറിയൊരു മടിയും കാര്യവും ചെറിയൊരു നാണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഫസ്റ്റ് കാണുമ്പോഴും ചെറിയൊരു അഭിനയമൊക്കെ ഉണ്ട് കേശുവിന്. അപ്പോൾ അതുപോലെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ബാഗ് കിട്ടിയപ്പോഴേക്ക് ആ ഒരു സന്തോഷവും ഉണ്ട്, പിന്നെ അവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാനും വയ്യ. അങ്ങനെ അവൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുകയായിരുന്നു. അല്ല ലഞ്ച് ബാഗും പിന്നെ ആ ബാഗും അതിനകത്തുള്ള ലഞ്ച് ബാഗും പിന്നെ അതിലുള്ള സാധന സാമഗ്രികളൊക്കെ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേശു ഇങ്ങനെ നാണിച്ചിരിക്കുകയാണ്. നാണിച്ചെന്നല്ല, കേശുവിന് എങ്ങനെയെങ്കിലും അവൾ പോകണം, അതിനുശേഷം ഇതിനെല്ലാം അറ്റാക്ക് ചെയ്യണം, ആ ഒരു ചിന്തയാണ് കേശുവിനുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് ഓരോ കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ അവർ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ എല്ലായിടത്തും വീട്ടിൽ നിന്ന് പിന്നെ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് എല്ലായിടത്തും നിന്നൊക്കെ ഇങ്ങനെ കഴിച്ച് വന്നതുകൊണ്ട് അവർക്കിപ്പോൾ വിശപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുത്തില്ല, ഓരോ കോഫി മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ അവളടുത്ത് ഫോർമാലിറ്റിയുടെ കാര്യമൊന്നും ഇല്ലല്ലോ, അവരിവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളങ്ങനെ കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എടുത്തും 1 വർഷമായി കണ്ടിട്ട്. അപ്പോൾ അവൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഓണത്തിന് മുന്നേ പോയി. ഓണത്തിന് മുന്നേ ഈ ഒരു സമയത്തൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു, എന്നിട്ട് ഓണത്തിന് മുന്നേ തന്നെ പോയി. അപ്പോൾ ഓണം കൂടാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കേശുവിനുള്ള ട്രോളി ബാഗ് അവളെ വിളിച്ചിട്ട്, കേശുക്കുട്ട എന്ത് വേണം, കുഞ്ഞ് വരുമ്പോൾ എന്ത് കൊണ്ടുവരട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ട്രോളി ബാഗ് എന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെ നമ്മളിവിടെയൊക്കെ ട്രോളി ബാഗ് നോക്കിയായിരുന്നു ലുലുവിലൊക്കെ പോയിട്ട്. പക്ഷെ അവിടെയെല്ലാം വലിയ ബാഗായിരുന്നു. കൊച്ചു പിള്ളേർക്ക് LKG പിള്ളേർക്ക് കൊണ്ടുപോകാൻ കണക്കാക്കിയുള്ളതൊന്നും ഇല്ലായിരുന്നു. കേശുവിന് ഇതുപോലെ സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഇല്ലായിരുന്നു ആ ട്രോളി ബാഗ് കിട്ടിയപ്പോഴേക്ക്. അപ്പോൾ അതും കൊണ്ട് 2 ദിവസം കൊണ്ട് ഇപ്പോൾ ട്രോളി ബാഗ് കൊണ്ടാണ് സ്കൂളിൽ പോണത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ചോദിക്കണമെന്ന്, ഗോവിന്ദ് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ച അമ്മയെ അങ്ങനെ എല്ലാവരും കൂടെ ചിരിച്ചെന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരാഴ്ചത്തേക്ക് ഭയങ്കര തലയിലെടുപ്പായിരിക്കും ഈ ബാഗിൻ്റെ അടുത്ത്. പിന്നീട് എല്ലാം തീരും, പിന്നെ അത് അവിടെ കിടന്നോളൂ. ആദ്യത്തെ ആ ഒരു പുതുമ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയല്ലേ കാണുള്ളൂ. അങ്ങനെ കേശു അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് അവളൊരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേശുവിനൊരു വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കേശുവിൻ്റെ വാച്ച്
കണ്ടിട്ട് കേശുവിന് അതിനേക്കാളും എനിക്ക് കൊണ്ടുവന്ന വാച്ചാണ് ഇഷ്ടപ്പെട്ടത്. ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ചായിരുന്നു. അങ്ങനെ അതാണ് കേശുവിന് കുറച്ചും കൂടെ ഇഷ്ടമായത്. അപ്പോൾ അതിലോട്ടായിരുന്നു ഒരു നോട്ടം. അങ്ങനെ ഞാൻ ആ വാച്ച് അമ്മയെ കാണിക്കുകയാണ്. അപ്പോൾ കേശുവിന് ഇവരൊക്കെ പോകണം, അതെല്ലാം അറ്റാക്ക് ചെയ്യണം, ചോക്ലേറ്റ്സ് കഴിക്കണം, അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവർ പോണത് വരെയും കേശു ഇങ്ങനെ ഒരു പമ്മി മിണ്ടാതെ ഇരുന്ന്. പോയി കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ മേളം മുഴുവൻ. ഇനിയിപ്പോൾ പിറ്റേന്ന് കാണുമ്പോഴേക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ കണ്ടപ്പോഴും അവളെ തോളിലായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി. അവർ രാത്രിയാണ് വന്നപ്പോഴേക്ക് തന്നെ 8 മണിയായിരുന്നു. കേശു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ചോദിക്കുകയാണ്, കുഞ്ഞ് വന്നായിരുന്ന, കുഞ്ഞ് ഇപ്പോൾ വരൂലേ ചോദിച്ച് എനിക്ക് അവസാനം തലപ്രാന്തായി. ഞാൻ വരും, നീ സമാധാനമായിട്ട് നില്ല, എപ്പോൾ വരും, എനിക്ക് ഇപ്പോൾ കാണണം, എനിക്ക് കണ്ടോളാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല, ഈ ട്രോളി ബാഗ് കിട്ടാനുള്ള ആകാംക്ഷ കൊണ്ടാണ് കേശു ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ നോക്കി അകത്ത് പോലും കയറണില്ല. ആ സോഫയിൽ തന്നെ കിടന്നിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോഴും ഇവർ വന്നപ്പോഴേക്ക് പിന്നെ ബോധം വരാൻ കുറച്ച് സമയം എടുത്ത്. കുറേ നേരം വിളിച്ചിട്ട് നല്ല ഉറക്കത്തിലോട്ടായിപ്പോയി ആൾ. അങ്ങനെ കുറേ നേരം വിളിച്ചാണ് കേശു ഉണർന്നൊക്കെ വന്നത്. ഉണർന്ന് വന്ന് ഇവരെ കണ്ടപ്പോഴേക്കുള്ള ആ ഒരു ചെല്ലവും ആ ഒരു നാണവും അതൊക്കെയാണ് കേശു അങ്ങനെ അങ്ങ് ഇരിക്കണത്. ആ ഒരിടത്ത് ഇരുത്തിയാൽ ഇതുപോലെ മിണ്ടാതിരിക്കണത് ഞാൻ അപൂർവമായിട്ടേ കാണുള്ളൂ. കേശുവിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ കുറവാണ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കണത് കാണാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഞാൻ കൂടെ പറയണതാണ് ആ കൊച്ചിൻ്റെ കാര്യം, സംഗീത. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിക്കുകയാണ്, ആൾക്ക് മെസ്സേജ് ഈ ലോങ് വീഡിയോയിൽ മെസ്സേജ് ഇട്ടിട്ട് വരണില്ല, ഷോർട്സിൽ മാത്രമേ മെസ്സേജ് ഇടാൻ മെസ്സേജിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ചേച്ചി എന്നെ ബ്ലോക്കാക്കി ഏട്ടൻ വെച്ചിരിക്കുകയാണോ എന്ന്. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യൂല. എനിക്ക് ഈ കമൻറ്റ്, ഈ മിക്കവാറും കമൻറ്റ് ചെയ്യണവരെയൊക്കെ കമൻറ്റ് കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. അയ്യോ ഇവരൊന്നും എൻ്റെ വീഡിയോ കണ്ടില്ലേ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും. യൂട്യൂബിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുപോലും കൂടാ ഒരു സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സംഗീത. അതിലെന്തോ ഒരു ടെക്നിക്കൽ എററായിരിക്കും. പക്ഷേ കഴിഞ്ഞ വീഡിയോയ്ക്ക് ആൾ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോഴും പറയുന്നുണ്ട്, ആ ചേച്ചി ഇപ്പോൾ എനിക്ക് പറ്റണുണ്ട്, ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന്. അങ്ങനെ ഒന്നുമില്ല. പണ്ടൊക്കെ ഓരോ വീഡിയോ ഇടുമ്പോഴേക്കും ഒരു കമൻറ്റെങ്കിലും വന്നെങ്കിലെന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യൂല. അപ്പോൾ പിന്നെ ഞാനും അവളിൽ നിന്നുള്ള മറ്റേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്താൽ അത് കഴിഞ്ഞ് അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ എത്തിയില്ല. അപ്പോൾ ചേട്ടൻ വന്നിട്ട് 10 മണി കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് അവർക്ക് ഇനിയും വേറെ എവിടെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ അറിയാമല്ലോ, ഗൾഫിൽ നിന്ന് വരണവർക്ക് കാല് നിലത്തുറയ്ക്കാത്ത രീതിയിലുള്ള ഓട്ടോ ആയിരിക്കും. കുറച്ച് ദിവസമല്ലേ അവർക്ക് കാണുള്ളൂ. അത്രയും ദിവസം അവർ ഓട്ടോ ആയിരിക്കും. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങിയാണ്. കേശു ഇങ്ങനെ നോക്കി നിൽക്കണതേ ഉള്ളൂ. കേശു ഇപ്പോഴും നല്ല ഇതായിട്ട് പോയില്ല അവരുടെ അടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇനി നാളെ അത്തമല്ലേ. അപ്പോൾ ഈ അത്തം തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു. കാരണം 5-ാം തീയതി 6-ാം തീയതി അത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഗീത തന്നെയാണ് പറഞ്ഞത്, അല്ല ചേച്ചി 6-ാം തീയതിയാണ് അത്തം, തൃപ്പൂണിത്തറ അത്തച്ചമയം എന്നാണോ അതാണ് നമ്മൾ അത്തമായിട്ട് കണക്ക് കൂട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാളെയാണ് അത്തം. നാളത്തേൽ കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. അത്തം ഇടണം, പിന്നെ അങ്ങനെയാണ് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ബിസിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അനിയത്തിയെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്നിട്ടത് തന്നെ. അപ്പോൾ അവർ പോണത് ഞാനും അങ്ങ് ഇറങ്ങിപ്പോയി അവരെ യാത്ര അയക്കായിരുന്നു. അതാണ് അമ്മ അവിടെ നോക്കി നിൽക്കണത്. കേശുവും പുറത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വലിയ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അത്തത്തിനുള്ള കുറേ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. പുതിയ വിശേഷങ്ങളും പുതിയ അത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം.